തൃശ്ശൂരിൽ നടക്കുന്ന ബി.ജെ.പി. സംസ്ഥാന സമിതി യോഗത്തിൽ മുൻ പ്രസിഡന്റുമാർക്ക് വിലക്ക്. കെ സുരേന്ദ്രനും വി മുരളീധരനും സി കെ പത്മനാഭനും സംസ്ഥാന സമിതി യോഗത്തിലേക്ക് ക്ഷണമില്ല. വിവരങ്ങളുമായി ഇപ്പോൾ കമലേഷ് ചേരുകയാണ്. കമലേഷ്, വളരെ പ്രധാനപ്പെട്ടൊരു വിവരമാണ്. പുതിയ നേതൃത്വം രാജീവ് ചന്ദ്രശേഖർ വന്ന ശേഷം ഇപ്പോൾ ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വം മുന്നോട്ട് പോകുന്നതിൽ ഈ പറഞ്ഞ ആളുകൾക്കൊന്നും വലിയ കാര്യമില്ല, വലിയ പ്രാധാന്യമില്ല എന്ന ഒരു മെസ്സേജാണോ ഇതിലൂടെ കൊടുക്കാൻ ശ്രമിക്കുന്നത്? എന്തുകൊണ്ടാണ് മുൻ പ്രസിഡന്റുമാർ വരേണ്ട എന്ന് നിലവിലെ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്? ശരത്, തീർച്ചയായും ആ നിലയിൽ തന്നെയാണ് ബി.ജെ.പിയിലെ ഒരു വിഭാഗം നേതാക്കൾ ഇങ്ങനെ ഒരു നീക്കത്തെ കാണുന്നത് എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഈ രാജീവ് ചന്ദ്രശേഖർ ഇതിന്റെ സംസ്ഥാന അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഇതിന്റെ വാർത്താ സമ്മേളനങ്ങൾ നടത്താൻ ഉൾപ്പെടെ താരതമ്യേന ജൂനിയറായ നേതാക്കളെ ചുമതലപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ കെ സുരേന്ദ്രനും വി മുരളീധരനും ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ ഉള്ളപ്പോൾ പോലും തൊട്ട് താഴെയുള്ള രണ്ടാം നിര നേതാക്കളെ ഇതിനെല്ലാം ചുമതലപ്പെടുത്തുകയും അവർക്ക് പൂർണ്ണ ചുമതല നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ഈ സംസ്ഥാനത്തെ ബി.ജെ.പിയെ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കമായി, രാജീവ് ചന്ദ്രശേഖരന്റെ നീക്കമായി തന്നെയാണ് ഈ മുൻ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ഒരു വിലയിരുത്തൽ. ഈ വാർത്തയും സ്വാഭാവികമായും ഈ മുൻ അധ്യക്ഷന്മാരുടെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഈ വാർത്തകളും ലഭിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നിലവിൽ ഇപ്പോൾ ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃയോഗമാണ് തൃശ്ശൂരിൽ ചേരുന്നത്. അതായത് സാധാരണ ഇത്തരം നേതൃയോഗങ്ങൾ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് ഇത്തരം നേതൃയോഗങ്ങളിലേക്കൊക്കെ മുൻ പ്രസിഡന്റുമാർ എത്താറുണ്ടായിരുന്നു, അവരെ ക്ഷണിക്കാറുണ്ടായിരുന്നു, അതിൽ പങ്കെടുക്കാൻ അവർക്ക് അവകാശം ഉണ്ടായിരുന്നു. ശരത്, തീർച്ചയായും സംസ്ഥാന സമിതി അംഗങ്ങളായി തന്നെ തുടരുകയാണ് നിലവിൽ ഇപ്പോൾ ഈ വി മുരളീധരനും കെ സുരേന്ദ്രൻ അടക്കമുള്ള മുൻ അധ്യക്ഷന്മാർ. അതുകൊണ്ട് തന്നെ ഒരു സംസ്ഥാന നേതൃയോഗം നടക്കുമ്പോൾ ആ പരിപാടിയിൽ നേരത്തെയുള്ള ഒരു കീഴ്വഴക്കം അനുസരിച്ച് സംസ്ഥാന നേതാക്കളും മുൻ അധ്യക്ഷന്മാരും എല്ലാം തന്നെ ആ യോഗത്തിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. ഇക്കുറിയും അത് തന്നെയാണ് ഇവർ പ്രതീക്ഷിച്ചത്. പക്ഷേ അങ്ങനെ ഒരു നീക്കം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇടപെടൽ ഇപ്പോഴുള്ള സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഒറ്റ കാര്യം കൂടി കമലേഷ്, ആ കീഴ്വഴക്കം റദ്ദു ചെയ്തത് എന്തുകൊണ്ടാണ്? നേതൃത്വം ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ടോ മാധ്യമങ്ങളോട്? എന്താണ് അവരുടെ വിശദീകരണം? ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു വിശദീകരണം ഇനിയും നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ കടുത്ത അതൃപ്തിയിലാണ് ഒരു വിഭാഗം നേതാക്കൾ ബി.ജെ.പിക്കകത്തുള്ളത് എന്നതാണ് ഏറ്റവും പരമമായ ഒരു യാഥാർത്ഥ്യം. അവർ തന്നെയാണ് ഇത് രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു നീക്കമായി ഇതിനെ വിലയിരുത്തുന്നതും. നേരത്തെ തന്നെ കഴിഞ്ഞ ചില യോഗങ്ങളിൽ ഉൾപ്പെടെ രാജീവ് ചന്ദ്രശേഖരനെതിരെ വലിയ വിമർശനം ഉയർന്നിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ കമലേഷ് പറഞ്ഞു വലിയൊരു വിധത്തിൽ വളരെ പ്രധാനപ്പെട്ട ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃനിരയിലെ മുൻ അധ്യക്ഷന്മാരായിട്ടുള്ള 3 ആളുകൾക്ക് സംസ്ഥാന നേതൃയോഗത്തിലേക്ക് ക്ഷണമില്ല എന്നുള്ളതാണ്, മാറ്റി നിർത്തപ്പെടുന്നു എന്ന നിലയിലൊരു വാർത്ത വളരെ ഗൗരവത്തോടെ വരുന്നു. അതേക്കുറിച്ച് ഇപ്പോൾ എം.ടി. രമേശ് പറഞ്ഞത് എന്താണെന്ന് നോക്കാം. അത് എം.ടി. രമേശ് പറയുന്ന നേതൃയോഗത്തിലേക്ക് പഴയ സംസ്ഥാന പ്രസിഡന്റിനെ വിളിക്കാത്തതിനെ ന്യായീകരിക്കുന്ന നിലയിലാണ് അദ്ദേഹം സംസാരിച്ചത്. ജില്ലാ പ്രസിഡന്റുമാരുടെ റിപ്പോർട്ടിംഗ് മീറ്റിംഗ് ആണ് നടക്കുന്നത്. പങ്കെടുക്കേണ്ടവർ എല്ലാവരും വന്നിട്ടുണ്ട്. പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിക്കേണ്ടത് കേന്ദ്ര നേതൃത്വമാണ് എന്നുമാണ് എം.ടി. രമേശ് പറഞ്ഞത്. ഒന്നത് സംസ്ഥാന നേതൃയോഗമായിരുന്നില്ല, ഒരു ജില്ലാ പ്രസിഡന്റുമാരുടെയും ജനറൽ സെക്രട്ടറിമാരുടെയും കഴിഞ്ഞ കുറച്ചു കാലമായി നടത്തിയിട്ടുള്ള ചില തീരുമാനങ്ങളുടെ ബിസിനസ് ടൈപ്പ് മീറ്റിംഗ് ആയിരുന്നു. ഇതിൽ ചില വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിക്കേണ്ട ആളുകൾ മാത്രമേ ഈ യോഗത്തിൽ വന്നിട്ടുള്ളൂ. ജില്ലാ പ്രസിഡന്റുമാരുടെ മീറ്റിംഗ് ആയിരുന്നു. സംസ്ഥാന അധ്യക്ഷൻ വിളിച്ചു ചേർത്തുള്ള ജില്ലാ പ്രസിഡന്റുമാരുടെ മീറ്റിംഗാണ്. ആ ഒരു പർട്ടിക്കുലർ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട ആളുകൾ മാത്രമേ വിളിക്കപ്പെട്ടിട്ടുള്ളൂ. അവർക്ക് ആ പരാതിയില്ലല്ലോ, നിങ്ങൾക്ക് അഭിപ്രായമില്ലല്ലോ. ഞങ്ങൾക്ക് ആർക്കും ഇല്ലാത്ത പരാതി എന്തിനാ നിങ്ങൾക്ക്? പക്ഷേ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, കഴിഞ്ഞ ഏറെ നാളുകൾക്ക് ശേഷം കാലങ്ങളോളം വർഷങ്ങളോളം കേരളത്തിലെ ബി.ജെ.പി. സംഘടനാ സംവിധാനത്തെ നയിച്ച 2 പ്രധാനപ്പെട്ട ആളുകളാണ്. ഒന്ന് വി മുരളീധരനും മറ്റൊന്ന് കെ സുരേന്ദ്രനും. സി കെ പത്മനാഭൻ കുറച്ചുകൂടി മുമ്പാണ് ആ പദവിയിൽ ഉണ്ടായിരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ 2 ആളുകൾ, മുൻ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള വി മുരളീധരൻ, അതുപോലെ തന്നെയാണ് കെ സുരേന്ദ്രൻ, ഇപ്പോൾ ഒഴിഞ്ഞതാണ്, രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായപ്പോൾ ഒഴിഞ്ഞയാളാണ്. ഈ 2 പേരെയും ഈ പറഞ്ഞ ജില്ലാ പ്രസിഡന്റുമാരൊക്കെ പങ്കെടുക്കുന്ന, അതിൻ്റെ ദൈനംദിന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു യോഗമാണെന്ന് എം.ടി. രമേശ് സമ്മതിക്കുന്നുണ്ട്. ആ യോഗത്തിലേക്ക് പക്ഷേ നിങ്ങൾ വരേണ്ട അല്ലെങ്കിൽ നിങ്ങൾ വേണ്ട എന്ന് പുതിയ നേതൃത്വം തീരുമാനിക്കുന്നു എന്ന പ്രധാനപ്പെട്ട പ്രശ്നത്തിന് ഇപ്പോഴും ഒരു വിശദീകരണം തൃപ്തികരമായി നൽകാൻ നേതൃത്വത്തിന് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഈ വാർത്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം.